ഹലോ, ഇന്ന് നമ്മൾ ബാലിയിലെ ഒരു സൺറൈസ് ട്രക്കിങ്ങിനാണ് കേട്ടോ പോകുന്നത്. മൗണ്ട് എബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഗ്നിപർവ്വതത്തിന്റെ മുകളിൽ നിന്നാണ് ഇന്ന് നമ്മൾ ബാലിയിലെ സൂര്യോദയം ആസ്വദിക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരു ത്രില്ലിലാണ് കേട്ടോ. പുലർച്ചെ 2 മണിക്ക് നമ്മളെ കൊണ്ടുപോകാൻ ഡ്രൈവർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സാധാരണയായിട്ട് ഈ ഒരു മൗണ്ട് ബാത്തൂർ കൊടുമുടി കയറാൻ വേണ്ടിയിട്ട് ഏകദേശം 2 മണിക്കൂറിൻ്റെ ട്രക്കിംഗ് ഉണ്ട് കേട്ടോ. സമുദ്രനിരപ്പിൽ നിന്നും 1717 മീറ്റർ ഉയരത്തിലാണ് ഇത് നമ്മൾ ട്രക്ക് ചെയ്യാൻ പോകുന്ന മൗണ്ട് അബു സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ബാലിയിൽ വന്നിട്ട് ഇന്ന് 4ാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മൗണ്ട് ബത്തൂർ സൺറൈസ് ട്രക്കിങ്ങിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. വെൽക്കം ടു പ്ലാൻ ആൻഡ് ട്രാവൽ ബാലി സീരീസ്. നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചേട്ടൻ കറക്റ്റ് 2 മണിക്ക് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു 1:30 ആയപ്പോൾ എണീറ്റതാണ്. നമ്മൾ എന്നിട്ട് വെയിറ്റ് ചെയ്തായിരുന്നു കേട്ടോ. നമുക്ക് ഏകദേശം 1.5 മണിക്കൂർ സഞ്ചരിച്ചിട്ട് വേണം, അതായത് നമ്മൾ താമസിക്കുന്നത് ഉബൂദിലാണ്. നമ്മൾ അവിടുന്ന് 1.5 മണിക്കൂറോളം സഞ്ചരിച്ചിട്ട് വേണം ഈ ഒരു ട്രക്കിങ്ങിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. നിങ്ങൾ സെമിയാക്കിലോ കുട്ടയിലൊക്കെ താമസിക്കുന്നത് വെച്ചാൽ ഏകദേശം 2 മണിക്കൂർ മുതൽ 2.5 മണിക്കൂർ വരെ എടുക്കും കേട്ടോ ഈ ഒരു യാത്രയ്ക്ക്. സമുദ്രനിരപ്പിൽ നിന്നും 1717 മീറ്റർ ഉയരത്തിലാണ് കേട്ടോ ഇന്ന് നമ്മൾ ട്രക്ക് ചെയ്യാൻ പോകുന്നത്. ഇവിടെ വന്നപ്പോൾ എന്തോ ഒരു ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ വെതർ നമുക്ക് അനുകൂലമാണെങ്കിൽ ചുറ്റുമുള്ള കാൻഡറ ബത്തൂർ തടാകവും മൗണ്ട് അങ്കോങ് പോലുള്ള സമീപത്തെ അഗ്നിപർവ്വതങ്ങളൊക്കെ കാണാം. മനോഹരമായിട്ടുള്ള കാഴ്ചകളാണത്. അങ്ങനെ നമ്മുടെ ട്രക്കിങ്ങിന്റെ ബേസ് ക്യാമ്പിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. നമ്മളെ പോലെ തന്നെ വേറെയും കുറച്ച് ആൾക്കാരുണ്ട്. നമ്മുടെ വണ്ടിയിൽ തന്നെ 3-4 ടീമുകൾ വേറെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഇന്നോവ പോലത്തെ വണ്ടിയിലാണ് നമ്മൾ വന്നത്. ആ ഒരു സൺറൈസിന്റെ കുറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ വന്നപ്പോൾ നമുക്ക് ചെറിയൊരു സ്നാക്സും കോഫിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് തന്നിട്ടുള്ള ചായ നമ്മൾ അങ്ങനെ കുടിക്കുകയാണ്. ഇവിടെ മൗണ്ട് ബത്തൂറിനെ പറ്റിയിട്ട് ഒരു വിവരണം കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് വഴിയെ പറയാം. നമുക്ക് ഹെഡ്ലൈറ്റ് ഒക്കെ തന്നിട്ടുണ്ട്. വിഷ്ണു ട്രക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫുൾ സെറ്റപ്പിലായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ക്രൂ ഇതാണ്. നമ്മുടെ കൂടെ 2 ഗൈഡുകളുണ്ട്. പിന്നെ ഒരു 8 പേരാണ് കേട്ടോ നമ്മുടെ ഒരു ഗ്യാങ്ങിലുള്ളത്. നമുക്ക് ഇവിടെ നിന്ന് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. നല്ല ഇരുട്ടാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഒന്നും കാണാനില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ ആ ഒരു ഫ്ലാഷ് ലൈറ്റിന്റെ വെളിച്ചത്തിലുള്ളതല്ലാണ്ട് അപ്പുറത്തേക്കൊന്നും ഒന്നും കാണാനില്ല. അത്രയ്ക്കും ഡാർക്കായിട്ടുള്ള ഇരുട്ടാണ് കേട്ടോ. ഇതാണ് ഗേറ്റ്. ഇവിടെ നിന്നാണ് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഇവിടെ ചെറിയൊരു കവാടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഏകദേശം 2 മണിക്കൂറോളം ട്രക്ക് ചെയ്താലാണ് കേട്ടോ നമുക്ക് ടോപ്പിലെത്താൻ കഴിയുക. അപ്പ് ആൻഡ് ഡൗൺ ഏകദേശം 8 കിലോമീറ്റർ ആണ് പറയുന്നത്. അത് ഏകദേശമാണ് അവർ പറയുന്നത്. അത് കൂടാനും കുറയാനൊക്കെ സാധ്യതയുണ്ട്. ഇവിടെ നമ്മുടെ മുന്നിൽ നടക്കുന്നുണ്ടായിരുന്ന 2 ഗേൾസ് ഉണ്ട് കേട്ടോ. അവരിങ്ങനെ വീഡിയോ എടുത്ത് നടക്കായിരുന്നു. അപ്പൊ പെട്ടെന്ന് എന്തോ ഒരു വള്ളി പോലെയുള്ള സാധനം മുന്നിലേക്ക് വന്നു. അവര് ശരിക്കും പേടിച്ചിട്ട് ഓളിയിടുന്ന ശബ്ദമാണ് ഇപ്പൊ കേട്ടത് കേട്ടോ. ഇവിടെ അവരെ ട്രൈബൽസിന്റെ കുറച്ച് സെറ്റിൽമെന്റും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ചെറിയ വീടുകളാണ് കാണുന്നത്. ഇവിടെ ഓരോ വീടും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഒരു മുകളിൽ ഷീറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. പക്ഷെ നമ്മുടെ അവിടുത്തെ പോലെ തന്നെ സിമെന്റ് കട്ട പോലെയുള്ളത് കൊണ്ടാണ് കേട്ടോ ചുമരും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ സ്ഥിരം ആൾക്കാരുടെ പണികൾ വേണമെങ്കിൽ കൃഷിപ്പണികൾ, ഈ പറഞ്ഞ പോലെ ടൂർ ഗൈഡായിട്ട് പോവുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിരിക്കും മിക്കതുവരുടെ ഉപജീവനത്തിനുള്ള മാർഗം എന്നൊക്കെ പറയുന്നത്. ഇവിടെ നമ്മൾ നടക്കുന്ന ഭാഗത്ത് മൊത്തം ചരലാണ് കേട്ടോ. നമുക്ക് നടക്കുന്ന സമയത്ത് ഇങ്ങനെ കാല് സ്ലിപ്പായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്താണ്, റോഡാണോ അതെന്തെങ്കിലും മണ്ണാണോ കല്ലാണോ ഒന്നും മനസ്സിലാവണില്ല സത്യത്തിൽ. നമ്മൾ കാടിൻ്റെ ഉള്ളിൽ കൂടെ പോണ പോലെയാണ് ഫീലിംഗ് ഉള്ളത്. ഫുൾ മരങ്ങളാണ് കേട്ടോ. ഭയങ്കര മരങ്ങളെന്ന് പറഞ്ഞാൽ ഭയങ്കര മരങ്ങളാണ്. പിന്നെ നമ്മുടെ കൂടെ വന്ന വിഷ്ണു ആദ്യമായിട്ടാണ് ട്രക്കിങ്ങിന് വരുന്നത് ആള്. പക്ഷെ ആള് ഭയങ്കര കോൺഫിഡൻസിലാണ്. വിഷയമല്ല, 8 കിലോമീറ്റർ അല്ല, എനിക്കത് നിസ്സാരമാണ് എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിക്കുന്നുണ്ട്. അവസ്ഥ എന്താവുന്നുള്ളതൊന്നും അറിയില്ല കേട്ടോ. നമ്മൾ ഇവിടെ എത്തിയപ്പോഴേക്കും ഭയങ്കരമായിട്ട് അത്യാവശ്യം കിതച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു 10% മാത്രമാണ് ഇപ്പം നടന്നിട്ടുള്ളത്. നമ്മൾ ഇവിടെ എത്തിയപ്പോൾ ടെമ്പിൾ പോലെയുള്ള എന്തൊക്കെയോ കാണുന്നുണ്ട്. പക്ഷെ എന്താണെന്നൊന്നും വ്യക്തമായിട്ട് മനസ്സിലാവണില്ല. നല്ല കാടാണ്. നമ്മൾ വരുന്നതിന് മുമ്പ് റിവ്യൂവും കാര്യങ്ങളൊന്നും നോക്കിയപ്പോൾ ഇവിടെ വേറെ അനിമൽസും കാര്യങ്ങളൊന്നും ഇല്ല. കുരങ്ങുകളുണ്ട് എന്ന് മാത്രമാണ് കണ്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ധൈര്യത്തിലാണ് ഈ ഒരു കൂരാക്കൂരിട്ടിൽ ഈ ഒരു കാട്ടിലൂടെ നടക്കുന്നത്. നമ്മൾ ഫസ്റ്റത്തെ ബേസ് പോയിന്റിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ചെറിയൊരു പെട്ടിക്കട പോലെ കാണാണ്ട്. എനിക്ക് എന്താ ഒരു വീടാണോ പെട്ടിക്കടയാണോ എന്താണെന്ന് അറിയില്ല. ഇവിടെ വേറെയും കുറെ ആൾക്കാർ വന്നിട്ട് റെസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഷോപ്പ് പോലുള്ളൊരു സെറ്റപ്പ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ചായ, കാപ്പി, ജ്യൂസുകൾ, സ്നാക്കുകളൊക്കെ വാങ്ങാൻ കിട്ടും. പിന്നെ നമുക്ക് നമ്മുടെ ട്രിപ്പിന്റെ കൂടെ ഒരു കുപ്പി വെള്ളവും തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അത് കൂടാണ്ട് അഡീഷണൽ ആയിട്ട് നമ്മളൊരു കുപ്പി വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബാഗിൽ ചെറിയ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളവിടെ അധികം നേരം നിന്നില്ല, എല്ലാവരും പോവാന്ന് പറഞ്ഞപ്പോൾ പിന്നെ അങ്ങോട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ നിന്നില്ല, നമ്മൾ വീണ്ടും നടക്കുകയാണ് കേട്ടോ. ഇവിടം വരെ എത്തുമ്പോഴേക്ക് തന്നെ ഒരുവിധം ട്രക്കിങ്ങിന് പരിചയമില്ലാത്ത ആൾക്കാർ മൊത്തം ടയേർഡാവും. നമുക്ക് ഇവിടെ നിന്ന് ബൈക്ക് കിട്ടും കേട്ടോ. അതും ബൈക്കിന്റെ സൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടില് മഡ് റേസിനൊക്കെ പോകുന്ന വണ്ടികളുടെ പോലുള്ള വണ്ടികളാണ്. മലയും കുന്നും ഒക്കെ കയറി പോകുന്ന രീതിയിലുള്ള വണ്ടികളാണ് കേട്ടോ. ഒരുപാട് ആൾക്കാർ ആ ബൈക്കിന്റെ പിന്നാലെ പോകുന്നുണ്ട്. ഈ ഒരു മോട്ടോർ ബൈക്കിന്റെ ചാർജ് ചോദിച്ചപ്പോൾ 3,00,000 ഇന്തോനേഷ്യൻ റുപ്യാണ് കേട്ടോ പറഞ്ഞിട്ട്. അതായത് ഏകദേശം നാട്ടിലെ 1,600 രൂപയാണ് അവർ ചാർജ് പറഞ്ഞത്. നമുക്കിതേ ഇവിടെ ഒരു ചെക്ക് പോയിന്റ് വന്നിട്ട് അവർ ആരൊക്കെയാ വരണേ എന്നുള്ളതൊക്കെ നമ്മുടെ അടുത്ത് നോക്കിയിട്ട് വിടുന്നുണ്ട്. നമ്മൾ എത്ര ഈ ഗ്യാങ്ങിൽ എത്ര പേരുണ്ട് അതൊക്കെ അവിടെ ചെക്ക് പോയിന്റിൽ നമ്മൾ പേരെഴുതി പേര് ചോദിച്ചിട്ട് നമ്മുടെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വേണം ഓരോ സ്ഥലങ്ങളിലും പോകാൻ. ഇപ്പോൾ ഏകദേശം ഒരു 30% കയറിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഭയങ്കരമായിട്ട് കിതച്ചു തുടങ്ങിയിട്ട്, കാരണം നമ്മൾ രാത്രി ഉറങ്ങിയിട്ടില്ല. പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 3 ദിവസമായിട്ട് ഭയങ്കരമായിട്ട് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭക്ഷണം ശരിയല്ല, നമ്മുടെ ഉറക്കം ശരിയല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം ടയേർഡായിട്ടുണ്ട്. നമ്മൾ 2ാമത്തെ ബേസ് പോയിന്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാവരും നിന്നിട്ട് കിതയ്ക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു ടൂർ പാക്കേജ് ബുക്ക് ചെയ്തത് നമ്മൾ ന്യൂസാ പെനിയുടെ ഐലൻഡൊക്കെ പോയിട്ടുണ്ടായിരുന്നല്ലോ, അവരുടെ അടുത്ത് നിന്ന് തന്നെയാണ് നമ്മൾ വണ്ടി, അതായത് സ്കൂട്ടറും റെൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിന് ഈ ഒരു ചാർജ് വന്നത് നമുക്ക് ഏകദേശം 1,600 രൂപയാണ് കേട്ടോ ചാർജ് വന്നിട്ടുള്ളത്. നമ്മൾ വീണ്ടും അവിടെ നിന്ന് യാത്ര ആരംഭിച്ചു. ആൾക്കാരെ കൊണ്ടുപോയി വിട്ടിട്ട് വണ്ടികളൊക്കെ തിരിച്ചു പോകുന്നുണ്ട് കേട്ടോ. സുഹൃത്തുക്കളെ, നമ്മുടെ കൂടെ വന്ന വിഷ്ണുവിനെ കാണാനില്ല കേട്ടോ. അവൻ ഫുള്ള് ടയേർഡായിട്ടുണ്ട്. ഭയങ്കര തള്ളും കാര്യങ്ങളൊക്കെ ആയിരുന്നു, സിമ്പിളാന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അവനെയും പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല ഹെവി ട്രെക്കാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ പോകുന്ന പോലെയുള്ള ട്രെക്കിംഗ് അല്ല അത്. കാരണം ഇവിടുത്തെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ടെറിട്ടൈനാണ്. ട്രക്കിങ്ങിന് പോയി പരിചയമില്ലാത്ത ആൾക്കാർക്ക് തീരെയും ബുദ്ധിമുട്ടാവാൻ സാധ്യതയുള്ള ഒരു റൂട്ടാണ് കേട്ടോ അത്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന 2 ഗൈഡുമാരിൽ ഒരാൾ അവൻ്റെ കൂടെ നിന്നു. അപ്പോൾ നമ്മളോട് എല്ലാവരും പൊക്കോ, അവനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഭയങ്കര ടയേർഡാണെങ്കിൽ നമ്മുടെ ആ ഒരു ബൈക്ക് റെന്റിന് എടുത്തിട്ട് പോന്നോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ കുറച്ച് മുന്നിലായിട്ട്, അവരിപ്പോൾ കുറച്ച് പുറകിലായിട്ടാണ് വരുന്നത് കേട്ടോ. നമ്മൾ ഇവിടേക്ക് എത്തിയപ്പോഴേക്കും ഭയങ്കരമായിട്ട് ആൾക്കാർ കുറേ കൂടിയിട്ടോ. നമ്മുടെ ഗ്യാങ് അല്ലാതെ വേറെ നമ്മളെ പോലെ തന്നെ ഒരുപാട് ടൂർ ഏജൻസികൾ ഇതുപോലെ ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ട്. നമ്മളങ്ങനെ അടുത്തൊരു ബേസ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. അത് 3ാമത്തെ ബേസ് പോയിന്റ് ആണ്. ഇവിടെ നമുക്ക് റെസ്റ്റ് ചെയ്തിട്ടൊക്കെ പോകാം. ഒരു 5 മിനിറ്റ് നമ്മളിവിടെ റെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇവിടെ നിന്നുള്ള കയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്ലിപ്പറി ആണ്. കാരണം എന്താ വെച്ചാൽ ഫുള്ള് കല്ലുകളാണ്. ഈ കല്ലുകളാണെങ്കിൽ ഷാർപ്പ് അടിച്ചും. അപ്പം നിങ്ങൾ ഇങ്ങനത്തെ ട്രക്കിങ്ങിനൊക്കെ വരുന്നുണ്ടെങ്കിൽ നല്ല ഷൂവും കാര്യങ്ങളൊക്കെ ഇടണം, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തി പൊളി എന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ തന്നെ ശ്രദ്ധിച്ച് നടക്കണം കേട്ടോ. വീണ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൻ്റെയും കാലിൻ്റെയും ഒക്കെ പണിക്കുറ്റം തീരുന്നുള്ളത് ഉറപ്പാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ട്രക്കിങ്ങിന് നേരിട്ട് വരാവുന്നതേ ഉള്ളൂ. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈഡിന്റെ കൂടെ വരുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ പോകുന്നത് ഭയങ്കര റിസ്ക് പിടിച്ചിട്ടുള്ള ഒരു ട്രക്കിങ്ങിനാണ് പോകുന്നത്. എന്തെങ്കിലും വഴി തെറ്റുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് അപകടം പറ്റുകയോ ഉണ്ടായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ കൂടെ ആൾക്കാരില്ലെങ്കിൽ നമ്മൾ ഇതുവരെ നടന്നിട്ടുള്ള ഒരു പാതയൊക്കെ പോലെ എല്ലാവരും ഇപ്പോൾ പോകുന്നത് ഭയങ്കരമായിട്ട് ഇടുങ്ങിയിട്ടുള്ള ഒരു സ്ഥലത്തു കൂടെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ റൈറ്റ് സൈഡിൽ ഭയങ്കര ഡീപ്പായിട്ടുള്ള താഴ്ചയിലേക്കുള്ള ഭാഗമൊക്കെയാണെന്ന് തോന്നുന്നു. നമുക്കിത് വിസിബിൾ അല്ല, പക്ഷെ നമുക്കൊരു ഫീൽ വരുന്നുണ്ട്. ആ മല ഇങ്ങനെ കുത്തനെ ഒരു സൈഡിൽ കൂടെയാണ് നമ്മൾ കയറി പോകുന്നത്. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കയറ്റമുള്ള ഏരിയയും റൈറ്റ് സൈഡിൽ ഭയങ്കര താഴ്ചയായിട്ടുള്ള ഒരു ഫീലാണ് നമുക്ക് തോന്നുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ചവിട്ടിക്കൊണ്ടിരിക്കുന്നത് ലാവ റോക്സിന്റെ മുകളിൽ കൂടെയാണ് കേട്ടോ. അതാണ് നമുക്ക് തീരെ ഗ്രിപ്പും സാധനങ്ങളൊന്നും കിട്ടാത്തത്. നമ്മളിങ്ങനെ നടക്കും തോറും ഓരോ സ്റ്റെപ്പ് വെക്കും തോറും തണുപ്പ് ഇങ്ങനെ കൂടി കൂടി വരാണ് കേട്ടോ. പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ പോകുന്നത് 1,719 മീറ്റർ ഉയരത്തേക്കാണ്. ദേ ഒരു ഭാഗത്ത് എത്തിയപ്പോൾ നേരെ കുത്തനെയുള്ള കയറ്റായിട്ടാ. ഡിഫിക്കൽട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാല് വെക്കുമ്പോൾ നിറച്ച് ചെറിയ ചെറിയ കല്ലുകളായതുകൊണ്ട് നമ്മുടെ കാല് സ്ലിപ്പാവാണ്. നമുക്ക് മുന്നേ കുറേ ആൾക്കാർ പോയിട്ടുണ്ട് കേട്ടോ. അവരുടെ ലൈറ്റ്സുകളൊക്കെ ഇങ്ങനെ കാണാനുണ്ട്. ഈ ഒരു ഭാഗത്തെത്തിയപ്പോൾ ജസ്റ്റ് ഒന്ന് വഴി തെറ്റിയ പോലെ തോന്നി. പക്ഷെ അവിടെ ആൾക്കാർ വിളിച്ച് പറഞ്ഞ് ഈ വഴി കൂടിയാണ് വരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴികൾ കാണാനുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഏകദേശം 5:30 സമയമായിട്ട് കേട്ടോ. നമ്മൾ ഏകദേശം 4 മണി തൊട്ട് തുടങ്ങിയതാണ്. ഇപ്പോൾ 1.5 മണിക്കൂർ എടുത്തിട്ടുണ്ട്. എനിക്ക് 4 മണി എന്നുള്ളൊരു 4:15. എന്നാലും നമുക്ക് അത്യാവശ്യം സമയം എടുത്തിട്ടുണ്ട് കേട്ടോ അവിടേക്ക് നടക്കാൻ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു ട്രക്കിംഗ് അല്ല. നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ എത്തിയ സമയത്ത് നമുക്ക് ഇതേ ഒരു സ്നാക്സും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഒരു സാൻഡ്വിച്ച് ആണ് തന്നിട്ടുള്ളത്. സാൻഡ്വിച്ച് അല്ല, ജസ്റ്റ് ബ്രെഡിൻ്റെ ഉള്ളിൽ ജാമ് തേച്ചിട്ട് തന്നിരിക്കുകയാണ് കേട്ടോ. നമുക്ക് അതുപോലെ തന്നെ ഫ്രൂട്ട്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് എന്തെങ്കിലും ഡ്രിങ്ക്സ് വേണോ ചോദിക്കുന്നുണ്ട്, ചായ വേണോ, ജ്യൂസ് വേണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ പാക്കേജിലുള്ളതാണ് കേട്ടോ. നമ്മളങ്ങനെ സൺറൈസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നല്ല മഞ്ഞുണ്ട് ഇവിടെ. ഇത് ഞങ്ങൾ പല പ്രാവശ്യവും നമ്മുടെ മീശപ്പള്ളി മലയിലേക്കും അതുപോലെ തന്നെ കുളുക്കുമലയിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ 10 പ്രാവശ്യം പോയി കഴിഞ്ഞാൽ അതിൽ 5 പ്രാവശ്യം നമുക്ക് മര്യാദയ്ക്ക് സൺറൈസ് കിട്ടാറില്ല. അതേ അവസ്ഥ തന്നെയാവുന്ന തോന്നണേ.
അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. നമ്മൾ ഇരിക്കുന്നതിന്റെ അപ്പുറത്ത് ഇപ്പുറത്ത് ഭയങ്കര ഡീപ്പായിട്ടുള്ള താഴ്ചയാണ്. ഇവിടെ മരം കൊണ്ട് ചെറിയ ബെഞ്ചുകൾ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെയാണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മൾ ഇരിക്കുന്നത് ഇപ്പൊ എവിടെയാണെന്നറിയോ? മൗണ്ട് അബു എന്ന് പറഞ്ഞ അഗ്നിപർവ്വതത്തിന്റെ മുകളിലാണ് കേട്ടോ നമ്മളിപ്പോ ഇരിക്കുന്നത്. ഇന്ന് മിക്ക നമുക്ക് സൺറൈസ് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. കാരണം അത്രയും മഞ്ഞാണ് ഇവിടെ. എല്ലാവരും പ്രതീക്ഷയുടെ കാത്തിരിക്കുകയാണ് ബാലിയിലെ ഒരു പുലർക്കാലം കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മുടെ പ്രതീക്ഷയുടെ അവസാനം സൂര്യൻ പതുക്കെ ക്ലൗഡിന്റെ ഇടയിടെ ഉദിച്ചു വരികയാണ്. ഇതേ ഒരു ക്ലൗഡ് വന്നിട്ട് ആ ഒരു സണ്ണിനെ മൊത്തത്തിൽ ഇങ്ങനെ മുക്കി കളഞ്ഞു കേട്ടോ. എന്നാലും അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് നമുക്ക് ആ റേസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് എൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സൂര്യോദയം എനിക്ക് ഏതൊരു വർഷത്തെ ബർത്ത്ഡേക്കാൾ മികച്ചതായിരിക്കും. നമ്മൾ ഈ ഒരു ട്രക്കിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് തന്നെ നമ്മളൊരു പൂൾ പാർട്ടിക്ക് പോകുന്നുണ്ട്. നമ്മൾ ഇന്നത്തെ ബർത്ത്ഡേ അടിച്ചു പൊളിക്കാനാണ് നമ്മുടെ തീരുമാനം. നമുക്കങ്ങനെ അവസാനം സൺറൈസ് കാണാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. നല്ല അടിപൊളി കാഴ്ചയായിരുന്നു. അകലെ കാണുന്നത് ഒരു അഗ്നിപർവ്വതമാണ് കേട്ടോ. നിങ്ങൾക്ക് പറഞ്ഞാൽ വിശ്വസിക്കോ? അഗ്നിപർവ്വതത്തിന്റെ ഏറ്റവും ടോപ്പിലുള്ള ഒരു ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. നമ്മള് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് മുകളിലേക്ക് കയറാണ് കേട്ടോ. നല്ല തണുവെന്ന് പറഞ്ഞാൽ ഭയങ്കര തണുവാണ് കേട്ടോ. ഞാൻ ജാക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും നമുക്ക് ഭയങ്കര തണുവായിരുന്നു. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ സെറ്ററും കാര്യങ്ങളൊക്കെ ആൾക്കാർ വാടകയ്ക്ക് കൊടുക്കുന്ന ടീമുകളൊക്കെ ഉണ്ട് ഈ ഭാഗത്ത്. കാരണം പലരും ട്രക്കിംഗ് ആയത് കാരണം ഭയങ്കര ലൂസായിട്ടുള്ള വസ്ത്രം കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വരുന്നത്. പക്ഷെ ഇതിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര കാറ്റും ഭയങ്കര മഞ്ഞുമാണ്. ഇടയ്ക്ക് ചെറിയൊരു ചാറ്റൽ മഴയും വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര തണുവായിരുന്നു കേട്ടോ. ഞാനിനിപ്പോൾ കാണിക്കാൻ പോകുന്ന ദൃശ്യമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ ടോപ്പ് വ്യൂ ആണ് കേട്ടോ. അതിലൂടെ പണ്ട് അഗ്നിപർവ്വതം പൊട്ടിയതും അതിൻ്റെ കുഴികളും ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇനിയുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾ കാണുക. ഇതൊക്കെയാണ് നമ്മുടെ ബാലിയിലെയും മൗണ്ട് അബുവിലെ സൂര്യോദയത്തിൻ്റെ കാഴ്ചകളൊക്കെ ഉള്ളത്. ഇനി അടുത്ത എപ്പിസോഡിൽ വരാൻ പോകുന്നത് നമ്മൾ താഴത്തേക്ക് ഇറങ്ങുന്ന കാഴ്ചകളൊക്കെയാണ് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് പ്ലാൻ ആൻഡ് ട്രാവൽ.